ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ഓൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ. ഇന്ന് നമ്മൾ ഒരു ചോറ്റാനിക്കര ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോയതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ അമ്മേൻ്റെ സാരിയും ബ്ലൗസും ആണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അമ്മ ചുരിദാറാണ് ഇട്ടേക്കുന്നത്. അമ്മയ്ക്ക് അത് കംഫർട്ട്. അമ്മ പറഞ്ഞു ഞാൻ ചുരിദാർ ഇട്ടോളാം, നീ സാരി വേണമെങ്കിൽ എടുത്തോന്നു. രാവിലെ തന്നെ ഞാൻ സാരിയൊക്കെ എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാൻ ഇന്നലെ ചെയ്ത നെയിലാണ് കേട്ടോ. സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കൈയും കാലും ഒക്കെ എപ്പോഴും സെറ്റായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എനർജി ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്, ഊബറിലാണ് പോയത്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സെയിം ഊബറിൽ തന്നെയാണ് പോയത്. അങ്ങോട്ടേക്ക് ഒരു ഊബർ ബുക്ക് ചെയ്തു, ഇങ്ങോട്ടേക്ക് വേറൊരു ഊബർ ബുക്ക് ചെയ്തു. നമ്മുടെ തൃപ്പൂണിത്തുറ വഴിയാണ് പോകുന്നത് കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ വേറെ ഏതൊക്കെയോ വഴി കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഞങ്ങളിവിടെ കൊണ്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ രാവിലെ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഒരു റാഗിയൊക്കെ കുടിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ റാഗിയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു മുല്ലപ്പൂ വാങ്ങിക്കണം ദേവിക്കെന്ന്. അപ്പം കീഴ്ക്കാവിലെ അമ്മയ്ക്കും അതുപോലെ തന്നെ ചോറ്റാനിക്കര അമ്മയ്ക്കും വേണ്ടിയിട്ട് മുല്ലപ്പൂ വാങ്ങിച്ചപ്പോൾ അവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു മുല്ലപ്പൂ അത് മാത്രം മതിയെന്ന്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് അമ്മയ്ക്ക് എനിക്ക് മുല്ലപ്പൂ വാങ്ങിത്തരണം, ഞാൻ മുല്ലപ്പൂ വെക്കണമെന്ന്. പക്ഷേ എനിക്ക് മുല്ലപ്പൂ വെക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടുത്തെ അങ്കിള് നിർബന്ധിച്ച് ഒരു മുഴ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ആ പൂവ് എനിക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞു അത് വെച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 2-3 സ്ലൈഡും കൂടി തന്നു. സത്യം പറയാമല്ലോ, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെന്നിറങ്ങിയ ഉടനെ ഇങ്ങനൊരു എക്സ്പീരിയൻസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അമ്പലത്തിൽ ദേവിമാർക്ക് കൊടുക്കുമ്പോൾ എന്തായാലും അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ദേവിമാർക്ക് കൊടുക്കുമ്പോൾ ദേവിമാർ വിചാരിച്ചാണ് നിനക്കും കൂടി ഇരിക്കട്ടെ ഒരു മുല്ലപ്പൂന്ന്. അങ്ങനെ എനിക്ക് അത് പൈസയ്ക്കൊന്നും അല്ല പുള്ളിക്കാരൻ വാങ്ങി കേട്ടോ. അത് പൈസ ഒന്നും വാങ്ങിക്കാതെ അമ്മയുടെ കയ്യിലാണ് കൊടുത്തത്. ഇത് മോൾക്ക് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനത് വെച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ നമുക്ക് കിട്ടുന്നതല്ലേ. ഇതായിരുന്നു ദേവിയുടെ ടെമ്പിളിലോട്ട് കയറുന്ന എൻട്രൻസ് ആണ് കേട്ടോ. ഞങ്ങളപ്പോൾ വാങ്ങിച്ച 2 മുല്ലപ്പൂ ഇതേപോലെ പൊതിഞ്ഞിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കീഴ്ക്കാവിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ അവിടെ പോയി തൊഴുത്തിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്യൂവിൽ നിന്നിട്ടാണ് അകത്ത് ചോറ്റാനിക്കര അമ്മേനെ കാണാൻ പോയത്. നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് നല്ല രീതിയിൽ തൊഴാനും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേവി നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങിയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അമ്മയെ ഹാപ്പി, ഞാനും ഹാപ്പി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെയൊക്കെ വന്ന് ഇവിടെ എല്ലാം തൊഴുതു, ഈ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ. എന്നിട്ട് അവിടെ മാറി ഇരുന്ന സമയത്ത് അമ്മ പറഞ്ഞു എനിക്ക് പ്രസാദം വാങ്ങിച്ചു തരാൻ ഞാൻ വരത്തില്ല എന്ന്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഒന്ന് മറ്റേ പിള്ളേരെയൊക്കെ വിളിക്കേണ്ട അവസ്ഥയായി പോയി, ഒന്ന് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കേണ്ട അവസ്ഥ. എന്നിട്ട് മാക്സിമം പറഞ്ഞ് എന്നോട് പറഞ്ഞു എനിക്ക് അവിടെ നിന്ന് ഇത് ചെയ്യണം. പക്ഷേ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ ആ കൗണ്ടറിൽ പോയി ആൻറ്റിയോടൊക്കെ സംസാരിച്ച് ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അരവണ പോലത്തെ ഒരു പായസം, അമ്പലത്തിലെ പ്രസാദം, അത് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ ആ കരി എല്ലാം ഇങ്ങനെ പടർന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കൈ കൊടുത്തപ്പോൾ അമ്മയുടെ കയ്യിലും കരിയൊക്കെ പടർന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക, ഒരു പീസ്ഫുള്ളായിട്ട് നമുക്കൊന്ന് തൊഴാനും. അത്രയും തിരക്കുണ്ടായിരുന്നെങ്കിലും നല്ല രീതിയിൽ ദേവീനെ കണ്ട് തൊഴുതിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ സമാധാനമായിട്ടാണ് തിരിച്ചു വന്നതുമൊക്കെ. തിരിച്ചും നമ്മൾ ഓട്ടോയിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് സത്യം പറയാമല്ലോ, ചോറ്റാനിക്കര ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. അപ്പം എനിക്ക് അതിൻ്റേതായ ഒരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇനി കൊടുങ്ങല്ലൂരും അമ്മേനെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സത്യം എന്താ പറയുക, നമുക്കൊരു സന്തോഷം വരില്ലേ, എന്താ പറയുക, നമ്മുടെ പേരൻസുമായിട്ട് നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെ പോയി കാണുക. എനിക്ക് ഈ അമ്പലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും. ഏറ്റവും കൂടുതൽ ഞാൻ എവിടെ ട്രാവൽ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിൽ തന്നെ ആയിരിക്കും. കൂടുതലും അമ്പലത്തിൽ തന്നെയാണ് പോയിട്ടുണ്ടാവുക. തിരിച്ച് ഞങ്ങൾ വന്ന വഴിയൊക്കെയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം. നമുക്ക് ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, സമാധാനം വേറെ എങ്ങും പോയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ അന്ന് പോയപ്പോൾ ഒരു വിഗ്രഹം പോലെ ഒരു സ്റ്റാച്ചു പോലത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന്. അത് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അമ്മ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം ആ പ്രസാദം പൊട്ടിച്ച് അമ്മയ്ക്കും ഒരു സ്പൂൺ കൊടുത്ത് ഞാനും കഴിച്ചു. പിന്നെ രാവിലത്തെ എൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, മോർണിംഗ് ഡ്രിങ്ക്, ഞാൻ അത് കുടിച്ചു. പിന്നെ ഇതൊരു അവലൊക്കെ വെച്ചിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതിനകത്ത് തേങ്ങയായിരുന്നു. നോർമലി കിട്ടാറുള്ളത് അവലാണ് കേട്ടോ, പക്ഷേ ഇതിനകത്ത് തേങ്ങ ഉണ്ടായിരുന്നു. ഇത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ വരാൻ തുടങ്ങി. അതായത് രാവിലെ തൊട്ടിട്ട് മഴയാണ്. പിന്നെ ഉച്ചയ്ക്കലത്തേക്ക് അമ്മ ഓൾറെഡി ചോറും സാമ്പാറും ഒക്കെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വെജ് മാത്രം കഴിക്കുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് സോയാബീൻ അമ്മ റോസ്റ്റ് ഉണ്ടാക്കി തന്നു. ഉച്ചയ്ക്കലത്തെ ഭക്ഷണം ഇതൊക്കെയായിരുന്നു. അച്ചാർ, മുളക് ചമ്മന്തി ഒക്കെയായിരുന്നു, സാമ്പാർ, സോയ ചങ്ക്സ് ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ്. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.